യേശുവേ നന്ദി. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. യേശുവേ ആരാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ തടസ്സങ്ങളെ എടുത്തു മാറ്റണം കർത്താവേ. അനുഗ്രഹിക്കണമേ, കൂടെ ആയിരിക്കണമേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ വലിയ കൃപയിലും കരുണയിലും ഞങ്ങളെ വളർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും കർത്താവ് നിന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ് ഇന്ന് ഈ നിമിഷത്തിൽ കർത്താവെ ഒട്ടനവധി ആളുകൾ രോഗപീഠകളാലും സാമ്പത്തിക ഭദ്രതയില്ലാതെയും മുന്നോട്ട് കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് എത്ര മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. തമ്പുരാനെ, ഇത് ഞങ്ങളുടെ ഒരു പദ്ധതിയോ ഞങ്ങളുടെ മേന്മകളോ അല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നീയാണ് ഞങ്ങളെ നടുന്നവനും നീയാണ് ഞങ്ങളെ നട്ടുവളർത്തുന്നവനും. കർത്താവേ, എല്ലാം നിന്റെ കൃപയിൽ കേന്ദ്രീകൃതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, എത്രയോ ഭംഗിയായിട്ടാണ് കർത്താവെ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നു എത്രയോ വിലയ്ക്ക് കർത്താവെ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്വന്തം പുത്രനെ ബലി കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, നിന്റെ മനോഹരമായ പദ്ധതിയുടെ ഒരു പരിണിത ഫലമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എങ്ങനെയാണ് പ്രത്യുത്തരിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്കറിയുകയില്ല. എൻ്റെ പാപങ്ങളെയും എൻ്റെ തിന്മകളെയും എൻ്റെ ഓരോ കുറവുകളെയും അവിടുന്ന് എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവെ, എൻ്റെ പാപങ്ങൾ എത്ര ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ അത് വെണ്മയുള്ളതാക്കി തീർത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ നിൻ്റെ മാറോടണയ്ക്കുന്ന നിൻ്റെ കൃപ, നിൻ്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് എത്ര നല്ലവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. നിൻ്റെ സ്വഭാവത്തിൽ എത്രയോ കരുണ നിറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗം തുറന്ന് എൻ്റെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെ കർത്താവെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കൈവെള്ളയിൽ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നടത്തുന്നവനായ ദൈവമേ, കരുണയോടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അവിടുന്ന് സുസ്ഥിരനാണ്. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അവിടുത്തെ സന്നിധിയിൽ വരുമ്പോഴും അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോഴും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പാപമെല്ലാം ഏറ്റെടുത്ത് എനിക്കായിട്ട് കുരിശിൽ മരിച്ചവനെ, അവിടുത്തെ വലിയ സ്നേഹത്തെ എപ്പോഴും എൻ്റെ മനസ്സിൽ കെടാത്ത ഒരു ദീപമായി കൊണ്ടുപോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്തിൻ്റെ വലിയ ശക്തിയിൽ നിന്നെ എപ്പോഴും ഓർക്കുവാനും എൻ്റെ മനസ്സിൽ നിന്റെ കുരിശുമരണം എപ്പോഴും ആലോചിക്കുവാനും എൻ്റെ ഓരോ നിമിഷവും നിന്റെ കുരിശുമരണത്തിന് പ്രത്യുത്തരമായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപഭാരമില്ല തന്റെ ചുമ
ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യം എല്ലാം അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്നു. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവർ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുകയും ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കാൻ അവിടുന്ന് ഇടയാക്കുന്നു. കർത്താവേ, എൻ്റെ രോഗത്തിലും എൻ്റെ വിഷമാവസ്ഥകളിലും എല്ലാം നീയാണ് എൻ്റെ ആശ്വാസം, നീയാണ് എൻ്റെ അഭയം. എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ അനുഭവിക്കുന്ന വേദനകളിലും നീയാണ് എൻ്റെ അഭയവും ശിലയുമെല്ലാം. കർത്താവേ, സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീയാണ് ദൈവം, നീയാണ് സർവശക്തനായവൻ. നീ ഇടയനായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ഒരു മുട്ടും വരികയില്ല എന്ന് എൻ്റെ സമൂഹത്തോട് ഏറ്റുപറയത്തക്കവണ്ണം എൻ്റെ മനസ്സുകളെയും ശരീരത്തെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ, കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. അത്ഭുത പ്രവൃത്തികൾ കാണുവാനും ആസ്വദിക്കുവാനും സാധിച്ചതിനെ ഓർത്ത് തന്നെ പറയുന്നു. അവിടുന്ന് മതിയായവനാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അവിടുന്ന് ഏറ്റവും വലിയ കൃപയാണ് കർത്താവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. യേശുവേ, അവിടുത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് ഒരുക്കി. കർത്താവെ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, നിന്റെ വലിയ കൃപ ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിനാൽ നന്ദി പറയുന്ന ദൈവമേ. പിതാവായ ദൈവമേ, പാപത്തിൽ ആണ്ടുപോയ ഈ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയ ദൈവിക പദ്ധതി എത്രയോ മനോഹരമാണ് ദൈവമേ. അവിടുന്ന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ഞങ്ങൾക്കായി ബലി നൽകുകയും ഞങ്ങളുടെ പാപങ്ങളെ ഒട്ടാകെ നീക്കിക്കളയുകയും ചെയ്ത നിന്റെ പദ്ധതി. കർത്താവേ, ഇത്രയും സ്നേഹമുള്ള ഒരു അപ്പനെ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ എല്ലാവരെയും വീണ്ടെടുക്കാൻ അവിടുന്ന് സ്വപുത്രനെ ബലിയാക്കിയതേ ഓർത്ത് അത്രയും വില നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ ജീവിതങ്ങളെ അവിടുന്ന് മെനഞ്ഞെടുത്തു.
എത്രയോ മനോഹരമായ പദ്ധതിയിലൂടെ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തു. അവിടുത്തെ കൃപയും സ്നേഹവും എത്രയോ വലുതാണ് ദൈവമേ. കർത്താവ് സിയോനിൽ വലിയവനാണ്. അവിടുത്തെ മഹത്വവും ഭീതിജനകവുമായ നാമത്തെ നമുക്ക് സ്തുതിക്കാം. അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് പാടി പുകഴ്ത്താം. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കാം. അവിടുന്ന് പരിശുദ്ധനാണ്. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുന്നിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ ദൈവമായ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാണ്. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കാം. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, കുമ്പിടുന്നു. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു. ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങളുടെ നാവുകളെ അർഹനാക്കിയ അവിടുത്തേക്ക് എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ആരാധനയോടുകൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ലോർഡ്. യേശുവേ നന്ദി. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പുത്രനായ ദൈവമേ, അവിടുത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. വിശുദ്ധ കുരിശിനാൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട് ഞങ്ങൾക്കായി സ്വജീവൻ സമർപ്പിക്കുകയും പിതാവിനോടുള്ള സ്നേഹത്തിൽ ഐക്യപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്കായി അവസാനത്തുള്ളി രക്തം വരെ ചൊരിയുകയും ചെയ്ത് നിന്റെ അഗാധമായ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച് കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. സഹോദരനോട് ക്ഷമിക്കുവാനും സഹോദരനോടുകൂടെ ചേർന്ന് നിൽക്കുവാനും സ്വയം സമർപ്പിക്കുവാനും സ്വയം നയിക്കുവാനും നയിക്കപ്പെടുവാനും നീ ഉത്ബോധിപ്പിച്ചതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. സ്നേഹം മാത്രം പകർന്നു നൽകിക്കൊണ്ട് സ്നേഹത്തിൽ തന്നെ ബലിയായി തീരുവാൻ നീ നിന്റെ പിതാവിനോട് എത്രയോ അധികമായിട്ട് കൂറു പുലർത്തിയിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ യേശുവേ, വചനമാംസമായി ഞങ്ങളുടെ ഇടയിൽ അവതരിക്കുകയും ഞങ്ങൾ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായി സ്വയം ബലിയായി തീർന്നവൻ നിന്റെ വലിയ സ്നേഹം ഈശോയെ
ഒരിക്കലും മറക്കാത്ത രീതിയിൽ കർത്താവേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയല്ലോ. ആരാധിക്കുന്നു യേശുവേ, ആരാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവിനാല് പുത്രനാലും നിറയപ്പെട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് സഹായകനായി അവതരിച്ച ദൈവമേ, ഞങ്ങളുടെ ഓരോ നിമിഷവും നീയാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ദുർബലതകളിൽ, ഞങ്ങളുടെ കഴിവുകുറവുകളിൽ എല്ലാം ഒന്ന് നിറഞ്ഞ് ഞങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന നിന്റെ കാരുണ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ശരീരം അവിടുന്ന് വസിക്കുന്ന ആലയമാണെന്നും ആ ആലയത്തെ പരിപോഷിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവെ, അവിടുത്തെ ആരാധിക്കുന്നു. ഓരോ നിമിഷവും നീ ഇല്ലാതെ മുന്നോട്ട് കടന്നു പോവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആത്മാവെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. കർത്താവിൻ്റെ അടുക്കിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നേടിയതൊന്നുമല്ല, അവയെല്ലാം നശ്വരങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അനശ്വരമായതിനു വേണ്ടി വർദ്ധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവെ, കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ ഓരോ നിമിഷവും നിന്റെ വലിയ ശക്തിയും ചൈതന്യത്താലും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുകയും സ്തുതിക്കുകയും ആത്മാവിൻ്റെ വലിയ വർഷത്താൽ നിറയുവാൻ പ്രാർത്ഥിക്കുകയും ഈ സാഹചര്യത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ, ത്രിത്വൈക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് നമ്മൾക്ക് ആലോചിക്കാം.
ദൈവമേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് നീ കടന്നു വരുന്നത് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, വീണുടഞ്ഞ മൺകുടങ്ങളാണ് കർത്താവേ. ഞങ്ങളെ അവിടുന്ന് പുനർനിർമ്മിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ കാൽവയ്പും ഞങ്ങളുടെ ഹൃദയങ്ങളെ മലിനതയിൽ നിന്ന് നീക്കി ഒരു വെണ്മയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമായി കടന്നു വന്ന് സ്നേഹമായി വർദ്ധിക്കുവാനും സ്നേഹത്തിൽ തന്നെ അലിഞ്ഞു ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങൾ തുറന്നു തരുന്നു. കർത്താവെ, നീ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ജെറുസലേം തെരുവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും തിക്തനായി നോക്കിക്കണ്ടപ്പോഴും അവൻ അലറി വിളിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എല്ലാവരും അവനെ വെറുത്തപ്പോഴും അവൻ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതേ രീതിയിൽ തന്നെ കർത്താവെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും വലിയ ദാഹത്തോടുകൂടെ കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരട്ടെ. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. യേശുവേ, പൂർണ്ണമായും നിനക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുതരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ. നീ പുനർനിർമ്മിക്കണമേ. ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂ
വചനത്തിലുടനീളം നിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുമ്പോഴും എല്ലാം ദൈവിക പദ്ധതികളുടെ ഭാഗമായിട്ട് കർത്താവെ നീ നയിച്ചു. കർത്താവെ, ആ ദൈവിക പദ്ധതികളുടെ ഭാഗമായി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുമ്പോഴും അതെല്ലാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ അവിടെ നിന്ന് തുറക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വെട്ടിയൊരുക്കപ്പെടലുകളെയൊക്കെ ഞങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ കടന്നു വന്ന് നിന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടെ കർത്താവെ മറ്റൊരു ക്രിസ്തുവായിട്ട് ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എപ്പോഴും ദൈവമേ നിന്നോട് സംസാരിക്കുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാനും നിന്റെ കൈപിടിക്കുവാനും നിന്നിലായിത്തീരുവാനും നിന്നിൽ അലിഞ്ഞു ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒത്തിരി നന്ദി പറയുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്ന എല്ലാ നിമിഷങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്തുതിക്കുന്നു. ഒരു നിമിഷം ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ഒറ്റപ്പെടലുകൾക്കും എല്ലാത്തിനും കർത്താവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. Praise the Lord. Dear friends, we know that Jesus is the truth. He spoke the truth, lived the truth, and He gives us truth that are relevant for our life. Not only for our life here on earth, but truth that are relevant for our eternal life. And that is what makes Jesus so special in our life. Now, when we read the Gospel of John, that we will know the truth and the truth will set you free. We are given that opportunity to look at the very life of Jesus, the very teachings of Jesus. Now, something that we can ask from this Bible verse, this word of God is the very person and message of Jesus. Ask that truth. And we are familiar with many I am sayings of Jesus. And now, if you go to the Bible, now, what is the truth that he spoke about? He spoke about God, God the Father, God the Holy Spirit, and he spoke about what we need to believe. And the reason for giving this truth is also given in the Bible, that we may have life in its abundance. And then another reason is that another reason is God loved the world so much that He spoke and revealed this truth in the very person of Jesus. We find in the Bible so many references when he spoke about the truth. Now, we can classify this truth in different categories. So, for example, when we find
challenges in our spiritual life? Well, we look at the Bible and then He gives us the truth. Now, what are those challenges in life? Now, we are tempted to do something wrong. We read in chapter 4 of Matthew, verse 1 to 11. Then again, it's St. James chapter 1. You need wisdom. We go to Job 28, 12 to 18. And again in Proverbs 8. Disobedience and need forgiveness. You can read Isaiah chapter 6, 1 to 8. Then when our faith is weak, we can read Psalm 146 and Hebrews chapter 11. When God seems far away, again Psalm 138. So that is with regard to our spiritual life. Then when we find challenges within ourselves, we need inward peace. Then you read chapter John chapter 14 and word 14 and then Romans chapter 8. You are discouraged. You can read chapter 2 of 2 Timothy chapter 3 verse 10 to 16. So we find truths that are relevant for us, for our life, and then so that is the message of the Bible. That is what we are challenged with, to look at ourselves, to look at others, and look at God. And in all these parameters of looking, we find the truth so relevant and so meaningful. And the very person of Jesus gives us that freedom to accept this truth. And the result that Jesus promises us is that we will be free. We will be free in our life. And that is the message of Jesus. And when we accept Jesus as the truth, then our life becomes different. I am sure when we look at the Lord, accept Him as the truth of our life, then we can continue our life. Continue our life with meaningfulness, with purpose. In the praise and worship that we are doing, we want to communicate this truth, that in Jesus we find truth. And the truth that we do not find in anybody else, any other place, in any other principles. And that is the gospel of truth. That is the gospel of life that Jesus has given us. The few moments that we will be spending, I would invite all of us to look at this truth of Jesus. And then not just looking at Him, admiring Him, but with a prayer, asking Him to set us free, so that we live in this truth of Jesus. May the coming moments of praise and worship introduce you, convince you, and take you forward as Jesus, the truth of life. നമുക്കെല്ലാവർക്കും അച്ഛൻ്റെ ആശീർവാദത്തിനായിട്ട് തലകൾ കുനിക്കാം. May the blessing of God Almighty, Father, Son, and Holy Spirit
come down and remain with you forever and ever. Amen. യേശുവേ, നന്ദി പറയുന്നു. കർത്താവെ, മനോഹരമായിട്ടുള്ളൊരു സമയം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഒത്തിരി സമയം നിൻ്റെ സന്നിധിയിലിരിക്കുവാനും അവിടുത്തെ പാടി പുകഴ്ത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ദൈവവും രാജാവുമായ ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. നാഥ, ഞങ്ങളുടെ മനസ്സുകളിൽ നിന്നും വലിയ സ്തുതിയും നന്ദിയും ഈ സമയത്ത് നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും, എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് നിറവേറ്റി തന്നതിനെ ഓർത്തു. മനോഹരമായ ഈ ഒരു ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്തു. എല്ലാ സഹനങ്ങളിലും അവിടുത്തെ വലിയ തിരുക്കരത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും തന്നതിനെ ഓർത്തു. ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിലെ അഗാധതയിൽ നിന്നും കർത്താവേ, ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഈ ഒരു സമയം ടിൻഡുവിനെയും കുടുംബത്തെയും ഓർക്കാം. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു കുഞ്ഞിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ നൽകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രത്നം എന്ന സഹോദരിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളും ഈ ഒരു സമയത്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശുഭ